ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ അതിന്റെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ അമിതമായാൽ പ്രശ്നമാണോ, അതല്ലെങ്കിൽ വേ പ്രോട്ടീൻ എത്രയാണ് നമുക്ക് സജസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്, ഒരു ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കമന്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് എനിക്ക് പറയാനുള്ളത്, വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് വേ പ്രോട്ടീൻ, എങ്ങനെയാണ് വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതെങ്ങനെയാണ് ബോഡിയിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ ഒരു ചുരുക്കിയൊരു ഓവർവ്യൂ പറയാം. അതായത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മസിൽസ് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുപോലെ നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു ഘടകം തന്നെയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയാം, പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ ബോഡിയുടെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി റിക്വയർമെന്റ്, നമ്മുടെ വർക്കൗട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ ഇൻടേക്ക് വരിക. അപ്പോൾ ഒരാളുടെ ഗോൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ മസിൽ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി വെയിറ്റിന്റെ 1.5 ഗ്രാം പ്രോട്ടീൻ കൊടുക്കുന്നത് അവർക്ക് നല്ലപോലെ മസിൽസ് ബിൽഡായി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഷ്രെഡായി മസിൽ ലോസ് വരാതെ ലീൻ ആൻഡ് ഷ്രെഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഈ 1.5 to 2 ഗ്രാം പ്രോട്ടീൻസ് വരെ അവർക്ക് ഒരു ദിവസത്തിൽ കൊടുക്കാം. പിന്നെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബോഡി വെയിറ്റിന്റെ പ്രോട്ടീൻ റിക്വയർമെന്റ്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 70 കിലോ ഒരാളാണെങ്കിൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു 70 to 80 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കഴിച്ചാൽ മതി. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ മേജറായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഫുഡ് സോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഫുഡ് സോഴ്സിൽ നിന്ന് കിട്ടാതെ വരുന്ന നമുക്ക് ഡെഫിഷ്യൻസി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻക്ലൂഡിങ്ങിൽ വരുമ്പോൾ ഇപ്പോൾ എത്ര സ്കൂപ്പ് വരെ നമുക്ക് കഴിക്കാം? ഇപ്പോൾ നോർമലി ഒട്ടുമിക്ക വേ പ്രോട്ടീൻസ് വരുന്നത് വെച്ചാൽ 24-25 ഗ്രാം ആണ് പെർ സർവിങ്, അതായത് ഒരു സ്കൂപ്പിൽ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സ്കൂപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് 24 ഗ്രാംസിന്റെ അടുത്ത് അല്ലെങ്കിൽ 25 ഗ്രാം അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഡയറ്റിൽ കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഒരു 80% എങ്കിലും നമ്മൾ മിനിമം നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് ഫുഡിൽ നിന്ന് മാത്രം കണ്ടെത്തുക. ബാക്കിയുള്ള 20% മാത്രം നമ്മൾ സപ്ലിമെന്റേഷന് കൊടുത്താൽ മതി. അതായത് നമുക്കൊരു ദിവസത്തിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ സർവിങ് എന്ന് പറഞ്ഞാൽ 1 to 2 സ്കൂപ്സ് ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 50 ഗ്രാംസിന്റെ അടുത്ത് വരും ആ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് വരുമ്പോൾ. അപ്പോൾ അതൊരു ബോഡിക്ക് നമുക്ക് വലിയ രീതിയിൽ ഹാംഫുൾ അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ബോഡിക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെർവിങ് എമൗണ്ട് ആണ് അത്. പിന്നെ നമ്മൾ അതിന് മുകളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് വേ പ്രോട്ടീൻ നമുക്ക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഓവറായിട്ട് പ്രോട്ടീൻ യൂസ് വന്നാൽ നമുക്ക് വരാനുള്ള കാരണം, നമുക്ക് ബോഡിക്ക് വരുന്ന ഡിസ്റ്റർബൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന കാര്യങ്ങൾ വെച്ചാൽ കിഡ്നി ഫിൽട്രേഷനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ്, കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിഡ്നിയുടെ പ്രവർത്തനത്തിന് ഒന്നുകൂടെ പ്രഷർ ചെലുത്തും ഈ ഒരു പ്രോട്ടീൻ ബ്ലഡിൽ നിന്ന് ഫിൽട്രേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പ്യൂരിൻ എന്നുള്ള അളവ് നമ്മുടെ ബ്ലഡ് ഫിൽട്രേഷൻ, പ്രോട്ടീൻ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ പ്യൂരിന്റെ അളവ് അതും നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് യൂറിക് ആസിഡ് സ്പൈക്ക് ആവാനുള്ള കാരണം ഉണ്ടാക്കും. അപ്പോൾ ഓവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെർവിങ്ങിൽ മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബോഡി ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 2 നേരം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ 3 സ്കൂപ്പ് കഴിക്കുന്നതിന് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അരമണിക്കൂർ ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് ട്രെയിൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിക്വയർമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഫുൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വേ പ്രോട്ടീനെ മാത്രം നമ്മളൊരു ആശ്രയിച്ച് നിൽക്കുമ്പോൾ ആണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേ പ്രോട്ടീൻ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് എത്ര നിങ്ങൾക്ക് വേണമെന്ന് ജസ്റ്റ് ഒരു കണക്കെടുക്കുക. അതിനകത്ത് നിങ്ങൾ ഒരു 80% എങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫുഡ് സോഴ്സിൽ നിന്ന് പ്രോട്ടീൻസ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതായത് ഫുഡ് എന്ന് പറയുമ്പോൾ എഗ് വൈറ്റ്, ചിക്കൻ, ഫിഷ് എന്ന് പറയുമ്പോഴൊക്കെ അതിനകത്തൊക്കെ ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ അല്ലാതെ, അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ബോഡിക്ക് കിട്ടുകയും ചെയ്യും. അത് നമുക്കിപ്പോൾ അതിനുശേഷം ഒരു 20% നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെന്ന്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമുക്ക് ഡയറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്ലിമെന്റേഷൻ, അതായത് വേ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ഒരു 1.5 സ്കൂപ്പ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് പ്രോട്ടീനും റിക്വയർമെന്റും ബാലൻസ് ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ BCAAs നമുക്ക് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് എപ്പോഴും ഒരു ഹെൽത്തി വേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, ഒരുപാട് വലിയൊരു ടോപ്പിക്ക് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് കുട്ടികളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ
ഈ പ്രോട്ടീൻ നമുക്ക് ചിക്കനും എഗ്ഗും ഒന്നും കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെയുള്ളവർ പ്രോട്ടീൻ ഒരു 4 സ്കൂപ്പ് 5 സ്കൂപ്പ് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്ന ഫുഡ് സോഴ്സ്, ഫുഡിൽ നിന്നുള്ള ഇപ്പോൾ എഗ്ഗും ചിക്കൻ അല്ലെങ്കിൽ വേറെ മറ്റ് പ്രോട്ടീൻ സോഴ്സുകൾ ഫുഡിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം മാത്രം പ്രോട്ടീനിലേക്ക് ആശ്രയിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും സപ്ലിമെന്റേഷൻ്റെ ഒരു അർത്ഥം, ഒരു മീനിങ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു മീനിങ് വരിക. അപ്പോൾ നമ്മളെപ്പോഴും ഫുഡ് സോഴ്സ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് ഫുഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം കിട്ടാതെ വരുന്ന പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് സപ്ലിമെന്റേഷൻ വഴി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ, ടേക്ക് കെയർ.